എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. നാളെയാണ് നമ്മൾ കാത്തിരുന്ന പരീക്ഷ എന്ന് പറയുന്നത്. ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ എല്ലാ പോസ്റ്റുകൾക്കും വേണ്ടിയിട്ടുള്ള കോമൺ എക്സാം ആണ് നാളെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നാളെ എക്സാം നടക്കുന്നത് രാവിലെ 7 മണിക്കാണ്. 1/4 മണിക്കൂർ നേരത്തെയാണ്. സാധാരണ 7:15 എക്സാം ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം 7 മണിക്കാണ് എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സാം സെൻറ്റർ എവിടെയാണോ അവിടെ നേരത്തെ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു 6:45 ആകുമ്പോഴെങ്കിലും മാക്സിമം എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പം ദൂരേക്ക് ആണെങ്കിൽ പെട്ടെന്ന് എത്താൻ പറ്റില്ല. പിന്നെ അതുപോലെ രാവിലെ തന്നെ ബസ്സിൻ്റെ പ്രശ്നങ്ങളും മറ്റ് ഒക്കെ ഉണ്ടാവും. എങ്കിലും നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും പെട്ടെന്ന് തന്നെ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. മാക്സിമം ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതുപോലെ ഇന്ന് എന്തൊക്കെയാണ് കാര്യങ്ങൾ റിവിഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പം പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതായത് 2-3 ദിവസം മുന്നേ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഓൾറെഡി പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടാവും. ആരാണെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇന്ന് പരീക്ഷൻ്റെ തലേന്നാണ്. അപ്പോൾ ഇന്ന് മാക്സിമം ടെൻഷൻ ഒഴിവാക്കുന്ന രീതിയിൽ നിങ്ങൾ റിവിഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതായത് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള ഭാഗങ്ങൾ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പുതിയ കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. എന്താണെന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ പോയാലും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ ടെൻഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ടെൻഷൻ കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് പഠിച്ച ഭാഗങ്ങൾ, നന്നായിട്ട് പഠിച്ച ഭാഗങ്ങളും അതുപോലെ തന്നെ കുറച്ച് പഠിക്കാനുള്ള ഭാഗങ്ങളും മാക്സിമം റിവൈസ് ചെയ്ത് തീർക്കുക. പിന്നെ അതുപോലെ ഇന്ന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കുറച്ചധികം വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അതൊന്ന് വർക്കൗട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ തെറ്റിപ്പോകുന്ന ആൻസേഴ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് നന്നായിട്ട് ആഴത്തിലൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ആൻസറെങ്കിലും ഒന്ന് ആൻസർ, അതായത് ഓപ്ഷൻസ് കണ്ടിട്ട് ആ ഒരു ആൻസറാണ് അല്ലെങ്കിൽ മറ്റുള്ള ഓപ്ഷൻസ് ഒഴിവാക്കാൻ രീതിയിലുള്ള ആ ഒരു പഠനം മതി. കൂടുതലും പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഒക്കെ നോക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. പിന്നെ കൂടുതൽ പഠിച്ച് കൊളാക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ നന്നായിട്ട് കിടന്നുറങ്ങുക. ഓക്കെ, ഇന്ന് ഇപ്പോൾ രാത്രി മെനക്കെട്ട് പഠിച്ചിട്ട് പോയിട്ട് എക്സാം എഴുതരുത്. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ ഉറക്കം വരികയോ അങ്ങനെ എന്തെങ്കിലും തലവേദന ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം നേരത്തെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്നായിട്ട് ഉറങ്ങുക. അതുപോലെ തന്നെ ടെൻഷൻ മാക്സിമം ഒഴിവാക്കുക. നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു എക്സാം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നന്നായിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. അതുപോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ഇതുവരെയും മാർക്ക് അധികം കിട്ടാത്ത ആൾക്കാർക്ക് നിങ്ങളുടെ ആ ഒരു ലെവല് നന്നായിട്ട് കൂടി കിട്ടട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.